ഇൻഷുറൻസ് തീരും മുമ്പ് നമ്മൾ പുതുക്കിയതിന് ശേഷം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. പക്ഷേ പുതിയ ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പഴയ ഇൻഷുറൻസ് നിൽക്കുന്ന സമയമാണെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ കാറിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയായിരുന്നു ഷോറൂമിലേക്ക് പോകുന്നത്. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ ഇൻഷുറൻസിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇൻഷുറൻസ് തീരുന്ന ഡേറ്റ് നമുക്കറിയാം, എന്നാൽ നമുക്കത് വലിയ ഉപകാരമൊന്നും വരുന്നില്ലല്ലോ. എന്നാൽ ഇച്ചിരി കഴിയട്ടെ, ഒരു 2 ദിവസം കൂടെ കഴിയട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ? അതോ ഇൻഷുറൻസ് തീരുന്ന ആ ഡേറ്റിൽ പുതുക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറയുന്നൊരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടോണം. കാരണം വാഹനത്തിൻ്റെ ഇൻഷുറൻസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു കാര്യമല്ല. പണി കിട്ടും, 8ൻ്റെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ആദർശ് K7627 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, എൻ്റെ കാറിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കാനായി ഞാൻ കാറിൽ ഷോറൂമിലേക്ക് പോകുമായിരുന്നു. ആ ടൈമിൽ ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ നിർത്തി. ബട്ട് ഞാൻ നിർത്തിയിട്ട് എൻ്റെ കാറിൻ്റെ പിന്നിൽ ഒരു ബൈക്കുകാരൻ റോങ് ആയി വന്ന് എൻ്റെ കാറിൻ്റെ പിന്നിൽ വന്ന് ഇടിച്ചു. എൻ്റെ കാറിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയായിരുന്നു ഷോറൂമിലേക്ക് പോകുന്നത്. ബൈക്ക് ഡ്രൈവറുടെ ബൈക്കിന് പൊല്യൂഷൻ ഇല്ല. ആൻഡ് ഓൾസോ അവൻ്റെ അടുത്താണ് മിസ്റ്റേക്ക്. 1 ഇയർ ആയിട്ടേ ഉള്ളൂ ഞാൻ കാറ് വാങ്ങിച്ചിട്ട്. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് എൻ്റെ കാർ റിപ്പയർ ചെയ്യാൻ ആരാണ് പൈസ തരിക? പ്ലീസ് ഒന്ന് റിപ്ലൈ തരാമോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? എനിക്ക് ഫുൾ ടെൻഷനാണ്. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കേസായിട്ട് 1 വർഷമായുള്ളൂ എന്നാണ് പറഞ്ഞ ഈ വാഹനം. അതായത് ഫസ്റ്റ് ഇൻഷുറൻസ് റിന്യൂവലാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒരു കാരണവശാലും ഇൻഷുറൻസ് പുതുക്കുന്നത് നാളെ എന്നുള്ളൊരു ഡേറ്റ് വെച്ചേക്കില്ല. അതായത് നാളെ ലാസ്റ്റ് ഡേറ്റിൽ തന്നെ പുതുക്കാം എന്നുള്ളൊരു ചിന്ത ആരും വെച്ചേക്കില്ല. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ നാളെ എന്താണെന്നുള്ളത്. ഇൻഷുറൻസ് ഇൻ ദ സെൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ഡെഡ് അസറ്റാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം നമ്മളിപ്പോൾ ഇൻഷുറൻസ് പുതുക്കുന്നുണ്ട്, 10 വർഷമായിട്ട് ഒരു ക്ലെയിം പോലും ചെയ്യാത്ത വ്യക്തികളെ എനിക്കറിയാം. എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കതൊരു നഷ്ടമാണെന്നല്ല നമ്മൾ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ 10 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത വർഷം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ക്ലെയിം എടുക്കാൻ സാധിക്കും. ഓക്കെ, അത് നമുക്ക് തൽക്കാലം മാറ്റിവെക്കും. പിന്നെ ഈ ഒരു കേസ്, ഇതിപ്പം നമ്മൾ ആരോട് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും ക്ലെയിം കിട്ടത്തില്ല. അതിപ്പം ഇൻഷുറൻസ് കമ്പനി ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഷോറൂമിൽ ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവരെല്ലാം നോക്കുന്നത് ഇൻഷുറൻസ് നമുക്ക് 1 മാസം മുമ്പേ റിന്യൂ ചെയ്യാൻ സാധിക്കും. അതായത് അടുത്ത മാസം 10-ാം തീയതിയാണ് എനിക്ക് ഇൻഷുറൻസ് തീരുന്നതെങ്കിൽ ഈ മാസം 10-ാം തീയതി എനിക്ക് പുതുക്കാൻ സാധിക്കും. ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നുമായിരിക്കും, അങ്ങനെ ഞാൻ ഇൻഷുറൻസ് നേരത്തെ പുതുക്കി വെച്ച് എൻ്റെ 1 മാസം മുമ്പേ ഇൻഷുറൻസ് തുടങ്ങത്തില്ലേ? ഒരു കാരണവശാലും തുടങ്ങത്തില്ല. കാരണം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് തീരുന്ന ഡേറ്റ് എന്നാണോ ആ ഡേറ്റിൻ്റെ അടുത്ത ഡേറ്റ് തൊട്ട് മാത്രം. അതായത് 10-ാം തീയതി തീരുകയാണെങ്കിൽ നമ്മൾ 11-ാം തീയതി രാവിലെ തൊട്ടുള്ള ഇൻഷുറൻസ് ആയിരിക്കും നിങ്ങൾക്ക് 1 മാസം മുമ്പേ പുതുക്കിയാലും കിട്ടുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടായിരിക്കും കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഇതിനകത്ത് സംശയം വരാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വാഹനത്തിൽ ഇൻഷുറൻസ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് സങ്കല്പിക്കുക. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനത്തിൽ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നോ ക്ലെയിം ബോണസ് ഉണ്ട്. അടുത്ത ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് നമുക്ക് ആ നോ ക്ലെയിം ബോണസും കൂടെ കയറുമ്പോൾ ചെറിയൊരു എമൗണ്ട് നമ്മുടെ പ്രീമിയം, അതായത് ഇൻഷുറൻസ് അടയ്ക്കേണ്ട പ്രീമിയം തുകയിൽ നിന്ന് കുറച്ച് കുറവ് നമുക്ക് കിട്ടുന്നുണ്ട്. അതും നമുക്ക് ബെനിഫിറ്റ് കിട്ടുക. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മുടെ ഇൻഷുറൻസ് തീരുമ്പോൾ നമ്മൾ പുതുക്കിയതിന് ശേഷം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. പക്ഷേ പുതിയ ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പഴയ ഇൻഷുറൻസ് നിൽക്കുന്ന സമയമാണെങ്കിൽ എന്ത് ചെയ്യും? കാരണം നമുക്കവിടെ നോ ക്ലെയിം ബോണസ് കിട്ടി, NCB നോ ക്ലെയിം ബോണസ് കിട്ടി. നോ ക്ലെയിം ബോണസ് കിട്ടിക്കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത ഇൻഷുറൻസ് പ്രീമിയം വരുമ്പോൾ എമൗണ്ട് കുറവായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? നിങ്ങളൊന്നും പേടിക്കേണ്ട, അവിടെ ഒരു ചെറിയൊരു എമൗണ്ട് കൂടെ കൂടുതൽ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അതായത് ഇൻഷുറൻസ് ക്ലെയിമിന് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവർ സർവേറൊക്കെ വന്ന് ഇൻഷുറൻസിൻ്റെ എന്തൊക്കെയാണ് ഡാമേജസ് ഉണ്ടായിട്ടുള്ള ഡാമേജസ് എല്ലാം ചെക്ക് ചെയ്ത് ഇതെല്ലാം ചെയ്തുകൊള്ളാനുള്ള അപ്രൂവലും കൊടുത്ത് വർക്ക് കഴിഞ്ഞ് വാഹനം ഇറങ്ങുന്ന സമയത്ത് ആ ഇൻഷുറൻസ് കമ്പനിക്ക് എത്ര രൂപയാണോ നിങ്ങൾക്ക് NCB നോ ക്ലെയിം ബോണസായിട്ട് പ്രീമിയത്തിൽ കുറവ് വന്നിരിക്കുന്ന ആ ഒരു എമൗണ്ട് നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും. ചിലപ്പോൾ 1000 ആകാം, അത് ഡിപ്പെൻസ്. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആസിറ്റീസ് എല്ലാം സെയിം ആണല്ല. ഇതിലോട്ട് വരുമ്പോൾ പ്രാക്ടിക്കാലിറ്റിയിലോട്ട് വരുമ്പോൾ എല്ലാം സെയിം ആണ്. കാരണം ആ ഒരു ഇൻഷുറൻസ് നമ്മൾ നിൽക്കിയ തന്നെ നമുക്കൊരു ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് നമുക്കൊരു NCBയുടെ എമൗണ്ട്
കുറവ് വരാനുള്ള സ്ഥാനത്ത് കൂടുതൽ വരും. അതായത് നോ ക്ലെയിം ബോണസ് പോകുന്നുള്ളതുകൊണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും രണ്ടും സെയിം തന്നെ. പിന്നെ ഈ പറഞ്ഞൊരു കേസിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇതിനകത്ത് ഇപ്പം നിലവിൽ തേർഡ് പാർട്ടി മാത്രമേ ഉള്ളൂ. കാരണം 3 വർഷത്തേക്ക് നമുക്കറിയാം തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മുടെ വാഹനങ്ങൾക്കെല്ലാം ഉണ്ട്. പുതിയ വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് 3 വർഷത്തേക്ക് തേർഡ് പാർട്ടി, 1 വർഷത്തേക്ക് ബമ്പർ ടു ബമ്പർ. ചില വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന രീതിക്ക് വേണമെങ്കിൽ 3 വർഷവും ബമ്പർ ടു ബമ്പർ എടുക്കാൻ സാധിക്കും. അങ്ങനെ എടുക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ റേറ്റ് കൂടുതലായതുകൊണ്ട് പലരും അത് ഓപ്റ്റ് ചെയ്യാറില്ല. കാരണം നമ്മൾ പലപ്പോഴും വാഹനം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നത് എത്രത്തോളം വില കുറയും അല്ലെങ്കിൽ എത്രത്തോളം റേറ്റ് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഈ കിട്ടുന്ന അഡ്വാൻറ്റേജസ് പലരും നോക്കാറില്ല. ആക്സസറീസ് എത്ര കയറുന്നു എന്നൊക്കെ ഉള്ളത് നോക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. ഞാൻ എപ്പോഴും ഓപ്റ്റ് ചെയ്യും. ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഓപ്ഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. കാരണം 3 വർഷത്തേക്ക് ഇൻഷുറൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുന്നവരും നമുക്ക് പൈസ പെറുക്കി വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സജഷൻ തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ പോട്ടെ. അപ്പോൾ ഈ പറഞ്ഞ, അതായത് നമ്മുടെ ഈ ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന രീതിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. വന്നിടിച്ച ആൾക്കെതിരെ കേസിന് പോകാൻ സാധിക്കും. അങ്ങനെ കേസിന് പോയി പുള്ളിയുടെ ഇരിക്കുന്ന, അതായത് ആ വ്യക്തിയുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കൊണ്ട് നമ്മുടെ വാഹനം റിപ്പയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് ചെറിയ ഒരു കാര്യമൊന്നുമല്ല. കുറച്ച് മെനക്കെടണം. കുറച്ചൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിക്ക് മെനക്കെടണം. ഇതിൻ്റെ പുറകെ കേസിൻ്റെ പുറകെ പോകാനും കേസ് അപ്രൂവലായി വിധിയായി അതിന് ഓക്കെ ഇനിയിപ്പം നിങ്ങൾക്കത് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആകാൻ വേണ്ടിയുള്ള താമസം എടുക്കും. പുതിയ വാഹനമാണ്, എത്ര നാൾ അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ സാധിക്കും? കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ആ ഇടിച്ച ആളുടെ നിന്ന് പൈസ മേടിച്ച് കോംപ്രമൈസ് ചെയ്ത് പൈസ മേടിച്ച് റിപ്പയർ ചെയ്യുക എന്ന് മാത്രമേ ഞാൻ സജഷൻ തരത്തുള്ളൂ. അതാകുമ്പോഴത്തേക്കും വലിയ ഡിലേ വരുന്നില്ല. പെട്ടെന്ന് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവും. അത് എൻ്റെ ഒരു സജഷനാണ് കേട്ടോ, പേഴ്സണൽ സജഷനാണ് ഞാൻ പറഞ്ഞത്. അത് ബാക്കി അപ് ടു യു, നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഇനിയെങ്കിലും ഇൻഷുറൻസ് തീരും മുമ്പ്, അതിപ്പം ഞാൻ ഈ ഒരു വ്യക്തിയോട് മാത്രമല്ല എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ഇൻഷുറൻസ് തീരുന്നതിൻ്റെ 1 മാസം മുമ്പ് നിങ്ങൾക്ക് ഇൻഷുറൻസ് പുതുക്കാൻ സാധിക്കും. 1 മാസം മുമ്പേ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, ഒരു 10 ദിവസം മുമ്പെങ്കിലും പുതുക്കി ഇടുക. കാരണം ഒരിക്കലും നമുക്കൊരു ആക്സിഡൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മളത് ആ ഒരു വഴിയിലോട്ട് കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.